ദൈവം ചെയ്ത ഓരോ നന്മകളെയും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ്, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. എന്താണ് നന്മ, എന്തിനാണ് അങ്ങനെ സ്തുതിക്കേണ്ടതെന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത് സ്തുതിക്കട്ടെ. സ്തോത്രം. നമുക്കും സ്തുതിക്കുക എന്നുള്ളത്, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് വെറുതെ പറയേണ്ട ഒരു കാര്യമല്ല. ആ പറയേണ്ടുന്നതിൻ്റെ പിന്നിൽ ദൈവം ചെയ്ത ചില നന്മകളുണ്ട്. അതിനെ ഒന്ന് ഓർക്കണം. അതിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നന്ദി പറയാതിരിക്കാനൊക്കത്തില്ല. ദൈവം ചെയ്തത്, നടത്തിയത്. ചിലരുടെയൊക്കെ ചിന്തയിൽ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പോലെ ഇരിക്കുന്നവരുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തതാണ് നടന്നതെന്നൊക്കെ ഉള്ളവരുണ്ട്. സ്തോത്രം. നമുക്കാഗ്രഹിക്കാത്ത തരത്തിലുള്ളതായിരിക്കാം, പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ അതെല്ലാം ദൈവത്തിൻ്റെ ക്രമീകരണത്തിലുള്ളതാണ്. അതിനെ അതിജീവിപ്പാൻ ദൈവം നമുക്ക് ബലം തരികയും ചെയ്യും. കഴിഞ്ഞ ദിവസം മാസയോഗത്തിന് ഞാൻ പറഞ്ഞു, നമ്മുടെ അവസ്ഥകൾ പോലെയാണോ നമ്മൾ നടക്കുന്നത്? ശരീരത്തിൻ്റെ ബലഹീനതകളും രോഗങ്ങളുമൊക്കെ പലർക്കുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു രോഗി നടക്കുന്നത് പോലെയാണോ ദൈവം നടത്തുന്നത്? ഇത്രയും രോഗമുള്ള ഒരാൾ പോകുന്നത് പോലെയാണോ ദൈവം നടത്തുന്നത്? അതിലും അപ്പുറമായി ദൈവം നടത്തുന്നില്ലേ? രോഗമുണ്ട്, ശരിയാണ്, പ്രശ്നമുണ്ട്, ശരിയാണ്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ അങ്ങനെയൊരു രോഗിയല്ല ഞാൻ, അങ്ങനെയൊരു രോഗം എൻ്റെ ശരീരത്തിലില്ല എന്ന് തോന്നുമാറ് ദൈവം തൻ്റെ ബലവും ശക്തിയും കൃപയും തന്ന് നടത്തുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ട്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. മനസ്സിനെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ കുറവാണോ? സ്തോത്രം. എത്ര വിഷയങ്ങളാണ്. അങ്ങനെ വന്ന പലരുടെയൊക്കെ മാനസിക നില തെറ്റി എത്രയോ പേര് അവിടെ ഇവിടെയും വിഷമിക്കുന്നു. ഇത്രയും ഹെവി വെയിറ്റ് ഇങ്ങോട്ട് കയറിയിട്ടും ഇത് തെറ്റാത്തത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ചാർജ് എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ നേരത്തെ ഇരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കസേര കൊടുത്തില്ല, ഓഫീസ് ഒഴിഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന്. അത് ഇദ്ദേഹത്തിന് ഒരു ഷോക്കായിപ്പോയി. അദ്ദേഹത്തിന് മാനസിക നില തെറ്റിപ്പോയി. പിന്നെ ആശുപത്രിയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, വർഷങ്ങൾ പോയിട്ടില്ല. സ്തോത്രം. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. സ്തോത്രം. അവർ കുറച്ച് നാൾക്ക് ഇവിടെ വന്നിട്ടുമുണ്ട്. പ്രൈസലോ. പിന്നെയാണ് അവർ ഒരു വിധം റിക്കവറായി ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി പഠിപ്പിക്കാൻ. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. സ്തോത്രം. പഠിപ്പിക്കാനൊക്കെ പോയി. സ്തോത്രം. ഒരു കസേര കിട്ടാത്തപ്പോൾ ഇത്രയും തെറ്റിയെങ്കിൽ നോക്കൂ, നമ്മളൊക്കെ ഈ കസേരകളിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ? ഈ തറയിലൊക്കെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാത്ഭുതമാണ്. നമ്മുടെ സാമ്പത്തിക വരുമാനം പോലെയും നമ്മുടെ നിലവാരം പോലെയും ഒക്കെയാണോ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തിക്കും നമ്മുടെ കഴിവിനും ഒത്തവണ്ണം ഒക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. അവിടെയെല്ലാം താങ്ങുന്ന കരങ്ങളുണ്ട്, അവിടെയെല്ലാം താങ്ങിയ കരങ്ങളുണ്ട്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയ മനുഷ്യപുത്രന്മാരുടെ നടുവിൽ അവർ കാണുക എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തുന്ന ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ ചൊല്ലിയ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മിലും
നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ ദൈവം ഇങ്ങനെ ഓർത്തു നോക്കിയാൽ പലതിനെയും നമ്മൾ വിശകലനം ചെയ്യാത്തത് നിമിത്തമാണ് നമുക്ക് നന്ദി പറയാൻ കഴിയാതെ പോകുന്നത്. ദൈവം ചെയ്ത നന്മകൾ വിലമതിക്കാനാകാത്ത നന്മകളാണ്. സ്തോത്രം. പാസ്റ്ററൊക്കെ പറയുന്നത് പോലെ ചിലർ സ്തോത്ര പ്രാർത്ഥന നടത്തുന്നു, അവരുടെ രോഗം മാറി, അവരുടെ കടത്തിൽ നിന്നും വിടുതൽ കിട്ടി, അവർക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരാത്തവൻ എത്ര സ്തോത്ര പ്രാർത്ഥന നടത്തണം? അവർ വന്നത് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, അത് മാറിയപ്പോഴാണ് സ്തോത്ര പ്രാർത്ഥന നടത്തിയത്. അപ്പോൾ ഇതൊന്നും വരാതെ നടത്തുന്നവരെ അവർ ഒന്ന് വച്ചെങ്കിൽ നിങ്ങൾ തന്നെ അതിനൊന്ന് കണക്ക് കൂട്ടണം. എത്ര സ്തോത്രം പറയാൻ, എത്ര നന്ദി പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. തുടക്കം മുതൽ നമ്മളൊന്ന് നോക്കിയാൽ എന്തിനാണ് ഏറ്റവും അധികമായി സ്തുതിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും. സ്തോത്രം. ബാക്കിയൊക്കെ ചെറിയ കാര്യങ്ങളാണ്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. മുക്തി നേടിയവർ അങ്ങനെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. വൈരി നമ്മയെല്ലാം അടക്കി വെച്ചിരുന്നു, പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ പാപത്തെ വിട്ട് നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലായിരുന്നു. കാരണം അവൻ്റെ അടിമയായിപ്പോയി. അവൻ പറയുന്നത് പോലെയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നാൽ കർത്താവ് ചെയ്ത ഗുണം എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ വാക്കിനെ കൂട്ടാക്കാതെ നന്മ ചെയ്യാൻ എനിക്കൊരവസരം ദൈവം തന്നു. സ്തോത്രം. വൈരിയുടെ കയ്യിൽ നിന്ന്, പാപത്തിൻ്റെ ദാസനായിരിക്കുന്നതിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? സ്വതന്ത്രനാക്കി. ഞാൻ എന്ത് ചെയ്തു? ഞാനിങ്ങനെ യജമാനനില്ലാതെ പോകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് നല്ല യജമാനനായ യേശുവിൻ്റെ ദാസനായി മാറി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. യജമാനനില്ലാതിരുന്നാൽ ശരിയാകത്തില്ല, ഉടമസ്ഥനില്ലാതിരുന്നാൽ ശരിയാകത്തില്ല. എനിക്ക് സ്വയമായി മുന്നോട്ട് പോകാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ദാസനായി ഞാൻ മാറി. സ്തോത്രം. പിന്നെ ഇവർ തമ്മിലൊരു വലിയതല്ല, ഇവർ തമ്മിൽ വ്യത്യാസമേ ഉള്ളൂ. ആര് തമ്മിൽ? ദൈവവും പിശാചും. സ്തോത്രം. പിശാചിൻ്റെ ഒരു കാര്യം, അവൻ ബലം കൊണ്ട് അടിമയാക്കി വെച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് പിശാച്. ബലം കൊണ്ട് നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ഒക്കെ. സ്തോത്രം എന്ന് പറഞ്ഞ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നതല്ല, അവൻ അതിനു വേണ്ടി അങ്ങ് ശ്രമിക്കും. സ്തോത്രം. ദൈവം നമ്മളെ അങ്ങനെ നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചും നന്മ ചെയ്യിപ്പിക്കത്തില്ല. പിശാച് പാപം ചെയ്യാനായി പ്രലോഭിപ്പിക്കുന്നത് പോലെയും നിർബന്ധിക്കുന്നത് പോലെയും ദൈവം നന്മ ചെയ്യാനായി പ്രലോഭിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെന്നേ നിനക്കത് തരാം, ഇത് ചെയ്ത് നമ്മൾ കുട്ടികളെയൊക്കെ ഇനി ആ ജോലി ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, സ്തോത്രം, അത് ചെയ്താൽ ഒരു പുതിയ ഡ്രസ്സ് മേടിച്ച് തരാം, സ്തോത്രം. ഇതൊക്കെ പഴയ കാലത്ത്. ഇന്ന് നല്ല നല്ല പുതിയ ഫോൺ മേടിച്ച് തരാം, സ്തോത്രം. അപ്പം ഇത് കേൾക്കുമ്പോൾ ഇപ്പം നമ്മളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ ഇതുപോലെയുള്ള പരിപാടികളൊന്നും ദൈവം ചെയ്യത്തില്ല. ഹല്ലേലൂയ. മനസ്സോടെ ഞാനും നിങ്ങൾ നന്മ ചെയ്യണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രലോഭിപ്പിച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ച് നമ്മെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. നീ ഈ യജമാനൻ്റെ ഇഷ്ടത്തെ അറിഞ്ഞു ചെയ്താൽ, എത്ര പേർക്ക് സ്തോത്രം പറയാ? അറിഞ്ഞു ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ യജമാനൻ നടത്തും. വൈരിയുടെ കയ്യിൽ നിന്ന്
അവൻ വൈരിയാണ്, ശത്രുവാണ്. നിന്നെ മുടിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ അവൻ്റെ വാക്ക് കേട്ടാൽ നിന്നെ മുടിക്കുകയാണെന്ന് തോന്നത്തില്ല. മുടിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അവൻ്റെ വാക്ക് കേട്ടാൽ നമ്മളെ സഹായിക്കുന്നതാണെന്ന് തോന്നും. ഏദൻ തോട്ടത്തിൽ കയറി ഒന്ന് പറഞ്ഞ ആ പിശാചിൻ്റെ വാക്ക് കേട്ടാൽ ഇവൻ വൈരിയാണെന്ന് ആരെങ്കിലും പറയൂ? ഏദൻ തോട്ടത്തിലുള്ള ഇവൻ്റെ വാക്കും അവൻ്റെ നിപ്പും അവൻ്റേതായ ആ ഒരു രീതിയുമൊക്കെ കണ്ടാൽ ഇവൻ നമ്മുടെ ഏറ്റവും അടുത്ത മിത്രമാണ്. എൻ്റെ ഗുണം കാക്ഷിക്കുന്നയാളാണ് ആര്? ഈ പിശാച് എന്നുള്ളത് ആദമിന് ഹവ്വയ്ക്കും തോന്നും. ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് സ്വതന്ത്രം. മുമ്പൊരിക്കൽ ആ ചാൾസ് ബ്രദർ ഭാവന പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ആ മെമ്മറിയിൽ അങ്ങനെ നിപ്പുണ്ട്. ഒരു ദിവസം കയറി വന്ന് ഈ പഴം എടുത്ത് കുറച്ച് കൊടുത്തപ്പോൾ തിന്നതല്ല. മനസ്സിലായോ? ആദ്യം ഒരു ബന്ധം സ്ഥാപിച്ചു. ഓരോ ദിവസവും വന്ന് ആദ്യ ദിവസം ഒന്നും പറയത്തില്ല, പഴത്തെക്കുറിച്ച് മിണ്ടുകയേയില്ല. സുഖമാണോ? സ്വതന്ത്രം. ഒരുമാതിരി മെലിഞ്ഞിരിക്കുന്നല്ലോ. അതൊക്കെ കേൾക്കാനാണ് നമുക്ക് അയ്യോ എന്നെക്കുറിച്ച് ഇത്രയും വിചാരമുള്ള. ദൈവം ചോദിച്ചില്ല മെലിഞ്ഞിരിക്കുന്നോന്ന്. മെലിഞ്ഞിരിക്കുന്നല്ലോ, ഇച്ചിരി കറുത്തു പോയതുപോലെ തോന്നുന്നല്ലോ. നിൻ്റെ മെലിഞ്ഞ അവസ്ഥയൊന്നും കാണാനൊന്നും അല്ല, അതിൻ്റെ അടുത്ത ഡോസ് വേറെ വരുന്നുണ്ട്. അതിന് 2-3 ദിവസം കൂടെ ഉണ്ട്. അടുത്ത ദിവസം വന്ന് അടുത്ത ലെവലിൽ അങ്ങനെ ഇനി പഴം പറിച്ച് അവൾ കഴിക്കും എന്നുള്ള തരത്തിൽ, ഇനി നിഷേധിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടാണ് അവൻ അങ്ങനെയുള്ളവനാണ്. വൈരിയാണ്, പക്ഷെ കാണുമ്പോൾ എന്ത് തോന്നത്തില്ല? സ്തോത്രം. ദൈവം അങ്ങനെയല്ല. ഈ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതുപോലെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന, എത്ര ചോദിച്ചിട്ടും തരാത്ത എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മളിങ്ങനെ. അല്ല, എത്തേണ്ട ഇടത്തെത്തിക്കുവാൻ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? എത്തേണ്ട ഇടത്തെത്തിക്കുവാൻ, നന്മ തരാൻ, പാപത്തിൽ നിന്ന് അകറ്റി നടത്താൻ ഇതുപോലെ എന്നോടും നിങ്ങളോടും സ്നേഹമുള്ള വേറെ ഒരു യജമാനനില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം നടത്തുന്ന വഴികളെ ഒന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എന്തിനാണ് ഈ വഴി നടത്തുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുമെന്നാ. വഴിയുടെ അവസാനം അറിയുന്നവനാണ് എൻ്റെ ദൈവം. നിർബന്ധിക്കുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല, ആലോചന പറയുന്നു. ഇതാ നന്മയും തിന്മയും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നീ മരിക്കാതിരിപ്പാൻ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതാലോചന. സ്തോത്രം. നമ്മളെയൊക്കെ നിർബന്ധിച്ച് നടത്താൻ ദൈവത്തിന് അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ, എന്നല്ല, ദൈവത്തിന് പറ്റും. അങ്ങനെ ദൈവം മനസ്സ് വച്ചിരുന്നെങ്കിൽ എല്ലാവരും ഇടുക്കും അതിലൂടെ തന്നെ കയറിയേനെ. സ്തോത്രം. പക്ഷെ അല്ല, ഞാനും നിങ്ങളും വൈരിയുടെ കയ്യിൽ നിന്നും വിടുവിച്ചു, കൂട്ടിവരുത്തി നമ്മെ ദൈവത്തിൻ്റെ ദാസന്മാരായി നമ്മൾ തന്നെ വെച്ചു. ദൈവം വെച്ചതല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ദാസം മതിയെന്ന്. അപ്പം ഇനി അതിൽ തന്നെ നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ അവിടെ തന്നെ ദാസനായിട്ട് നിൽക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇറങ്ങിപ്പോകേണ്ട പല സാഹചര്യങ്ങൾ വരും. അപ്പൻ്റെ ഇളയ മകൻ പോയതുപോലെ. ഇവിടെ അത്ര കൊള്ളത്തില്ല, അവിടെയൊക്കെ ആളുകൾ അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെ തോന്നും. ഒരു കാരണവശാൽ അപ്പൻ്റെ വീട് മാത്രം വിട്ടെന്ത് ചെയ്യരുത്. അവിടെയേ നന്മയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏറ്റവും അധികമായി നമ്മൾ സ്തുതിക്കേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് കൂട്ടിച്ചേർത്ത ഈ വിമുക്തന്മാർ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടർ, ആ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടെടുക്കാൻ കർത്താവ് കൊടുത്ത വില വലുതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊരു പാട്ട് പാടിയല്ലോ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും നറും ശോഭയോടെ
മെനഞ്ഞവൻ താൻ ചുടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു. ഉളവാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ എല്ലാം ഉളവായി. എന്നാൽ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവൻ്റെ പാപം മാറട്ടെ എന്നൊരു വാക്കല്ല പറഞ്ഞത്. ചുടുചോര എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിഞ്ഞ് പാപത്തിൻ്റെ ശമ്പളമായ മരണം സ്വയമായി ഏറ്റെടുത്തിട്ട് എന്നെയും നിങ്ങളെയും രക്ഷിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. പാപത്തിന് വില കൊടുക്കേണ്ടിയിരുന്നു, പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടിയിരുന്നു. അത് നമുക്ക് പകരം കർത്താവ് ചെയ്തു. അതിനു വേണ്ടിയാണ് സ്തുതിക്കേണ്ടത്. താഴോട്ടൊക്കെ പിന്നെയും അതിൻ്റെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരികയാണ്. 4-ാമത്തെ വാക്യത്തിൽ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാനൊരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഒന്നുകൂടെ പറയുന്ന ദൈവമക്കളെ, അവൻ അവരെ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് ചൊവ്വേയുള്ള വഴിയിൽ നടത്തിയെന്നാണ്. സ്തോത്രം. ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടു കൂടെയാണ് ഈ വാക്യം. ആ ചൊവ്വേയുള്ള വഴിയിൽ എന്തുണ്ടായിരുന്നു? ചെങ്കടലുണ്ടായിരുന്നു. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴി, ആ ചൊവ്വേയുള്ള വഴിയുടെ ഇടയ്ക്കുണ്ടായിരുന്ന ഒന്നാണ് ചെങ്കടൽ. ആ ചെങ്കടലിൻ്റെ മുന്നിൽ നിന്നാണ് ഇവർ ചോദിച്ചത്, ഞങ്ങളെ കൊല്ലാനോ അതോ പാർക്കാനോ ഉള്ള പട്ടണത്തിൽ പോവുകയാണോ? ഇങ്ങനെ നമുക്ക് തോന്നും ഇടയ്ക്ക്. കൊല്ലാൻ കൊണ്ടുവന്നതാണോ അതോ പാർക്കാൻ പറ്റിയ പട്ടണത്തിലേക്കാണോ നടത്തുന്നത്? സ്തോത്രം. കുറെ കഴിഞ്ഞപ്പോഴാണ് കയ്പ്, കുറെ കഴിഞ്ഞപ്പോൾ വെള്ളമില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ തുടങ്ങി പല പല പ്രതിസന്ധികൾ. എന്നാൽ ഇതെല്ലാം ദൈവത്തിന് വ്യക്തമായ മറുപടികൾ അവിടെയെല്ലാം ഉണ്ട്. ഒടുവിൽ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ അവരെ കൊണ്ട്, ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ യാത്രയിലാണ്. പാർപ്പാൻ തക്ക പട്ടണത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ചിത്തിയിട്ടില്ല. അങ്ങനെ കരുതരുത്. നമ്മൾ ഓൺ ദ വേ ആണ്, അല്ലേ? വേഗം എത്തണമെങ്കിൽ ഒറ്റ പരിപാടിയേ ഉള്ളൂ, വേണ്ട, അല്ലേ സഹോദരൻ? കർത്താവ് വരട്ടെ. സ്തോത്രം. അല്ലാതെ എത്താനുള്ള ഒരു വഴി മരണം മാത്രമാണ്. അതും ആത്മഹത്യയൊന്നും ചെയ്താൽ എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും യാത്രയിലാണ്. എങ്ങോട്ടുള്ള യാത്രയിലാണ്? പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ്. സ്തോത്രം. അങ്ങനെ ഈ പാർക്കാൻ പറ്റിയ പട്ടണത്തിൽ നമ്മെ കൊണ്ടുപോകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യട്ടെ? സ്തുതിക്കട്ടെ. അതാണ് നന്മ. അപ്പം ഇവിടെ ഈ പട്ടണത്തിലെത്തുന്നതിന് മുമ്പ് കിട്ടിയതല്ല വിഷയം. വാക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പട്ടണത്തിലെത്തുന്നതിന് മുമ്പ് കൂടാരം മതി. കാരണം ഉടനെ മാറ്റി എന്ത് ചെയ്യണം? അടുത്തടിക്കണം. പട്ടണത്തിലെത്തിയിട്ടാണ് സ്ഥിരമായ നന്മ. അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ? സ്തുതിക്കട്ടെ. താഴോട്ട് പിന്നെയും അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. ഇത് മറ്റൊരനുഭവം. വിമുക്തന്മാരായി പാർപ്പാൻ തക്ക പട്ടണത്തിലേക്ക് ദൈവം ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം.
എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിച്ചു, അത്യുന്നതൻ്റെ ആലോചനയെ നിരസിച്ചു. പാർപ്പാൻ തക്ക പട്ടണത്തിലേക്കുള്ള ആ യാത്രയിൽ ആ വഴി വേണ്ട എന്നുള്ളതിനെ അവര് നിരസിച്ചു കളഞ്ഞു. അങ്ങനെ നിരസിച്ചവർക്കുണ്ടായ ഒരു പ്രശ്നമാണ് ഇരുളിലും അന്ധതമസിലും ഇരുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. ഒരു സന്തോഷമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഇരുട്ട്, ഒരു വല്ലാത്ത പ്രയാസം. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തതുകൊണ്ട്. അതിൻ്റെ 12-ാമത്തെ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് അവർ ഇടറി വീണു. ദൈവം അങ്ങനെ വരുത്തിയാൽ പിന്നെ ആര് സഹായിക്കും? സഹായിപ്പാൻ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. എന്താണ് അവർ നിലവിളിച്ചത്? ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിച്ചോളാം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? അങ്ങയുടെ ആലോചനയെ ഞങ്ങൾ നിരസിക്കുകയില്ല, ദൈവ ഇഷ്ടപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകാം. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഇരുള് മാറ്റി, അന്ധതമസ് മാറ്റി, ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ ദൈവം അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അവർ യഹോവയെ അങ്ങനെ അവർക്ക് പിന്നെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം കൊടുത്തത് കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ ഇരുട്ടിലും അന്ധതമസിൽ ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ നിലവിളിച്ചാൽ, നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ അതിനെ മാറ്റിത്തന്ന് സന്തോഷത്തോടെ നടത്താനും ദൈവം ശക്തനാ.